മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും 2 പേര് എന്ത് ചെയ്തു, കൊല്ലപ്പെടുകയും ചെയ്തതോടുകൂടി ഇസ്രായേലിന് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് പോയി. ഇസ്രായേൽ എന്ത് ചെയ്തു, ഒന്നും നോക്കണ്ട, യവന്മാരെ മൊത്തം അടിച്ച് ചുരുട്ടി ചെയ്യാൻ പറഞ്ഞ് ഇസ്രായേൽ എന്ത് ചെയ്തു, വിമാനങ്ങളും യവന്മാരുടെ സകല ആയുധങ്ങളും എടുത്ത് എല്ലാ തുരങ്കത്തിലും അങ്ങ് ചറപറാന്ന് ഇസ്രായേൽ അടി തുടങ്ങി. ഹമാസിനെതിരായിട്ടുള്ള തീവ്രവാദ ആക്രമണത്തിൻ്റെ പരമ്പര എന്ത് ചെയ്തു, ഇസ്രായേൽ തുടങ്ങി. നെതന്യാഹുവിൻ്റെ ഓർഡറിനായിട്ടൊന്നും കാത്തു നിൽക്കേണ്ട, അടി തുടങ്ങിക്കോ എന്ന് കമാൻഡർ ഓർഡർ കൊടുത്ത് അങ്ങോട്ട് അടി ചറപറാന്ന് അടി തുടങ്ങി. പോരാത്തതിന് മേജർ യാനിവ് കുല എന്ന് പറയുന്ന 26 വയസ്സായിട്ടുള്ളൊരു മേജറും പിന്നെ സ്റ്റാഫ് സർജൻ ഇറ്റേ യാവറ്റ്സ് എന്ന് പറയുന്ന 21 വയസ്സായിട്ടുള്ളൊരു പട്ടാളക്കാരനുമാണ് അവിടെ കൊല്ലപ്പെട്ടത്, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവരെന്ന് പറയുന്നത് സഹൽ ബ്രിഗേഡിൻ്റെ 932 ബറ്റാലിയനിലുള്ള പട്ടാളക്കാരായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് വെടിനിർത്തലിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇതാരാണ് നടത്തിയത്? ഹമാസാണ് നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല. അവന്മാർ എന്ത് ചെയ്തു, അവന്മാർ ആസനം കീറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും പറയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്, അയ്യോ ഫലസ്തീനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി, അവിടെ വീണ്ടും സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് മാത്രമേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയത്തുള്ളൂ.